യേശുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്രേസ് ടി വിയിൽ കൂടെ ഈ രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകി. വീണ്ടും നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പല വിഷയങ്ങളും ഞാൻ ഡയറിക്കകത്ത് എഴുതി വെച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോഴൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അവസരങ്ങൾ നൽകുന്നുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിലുള്ള മറുപടികൾ വീണ്ടും യേശു അപ്പ നിങ്ങൾക്ക് നൽകും. അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വാക്യമാണ് ഇന്ന് രാവിലെയും ദൈവം നമുക്ക് നൽകിയത്. വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. എങ്കിലും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി, ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നമുക്ക് തന്ന വാക്യമാണ് ഇന്ന് വായിച്ചത്. യേശു കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു എന്ത് ചെയ്തറിയാമോ? പുരുഷാരത്തെയും ശിഷ്യന്മാരെയും പറഞ്ഞയച്ചിട്ട് തനിയെ മലയിൽ കയറിപ്പോയി. യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷകൾ നമ്മൾ പഠിക്കുമ്പോൾ 3.5 വർഷം യേശു കർത്താവ് പകലുള്ള സമയം മുഴുവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തതായി നമുക്ക് 4 സുവിശേഷത്തിനകത്ത് കാണാൻ കഴിയും. എന്നാൽ രാത്രികളിൽ യേശു പ്രാർത്ഥിക്കാനായി പോയി എന്നാണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രാർത്ഥിക്കാൻ പോയ സമയങ്ങളിൽ യേശു ആരെയും കൂട്ടാറില്ല. തനിയെ പ്രാർത്ഥിക്കുന്ന പല മേഖലകൾ നമുക്കവിടെ കാണാൻ കഴിയും. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് അക്കരെ പോകുക എന്ന് പറഞ്ഞ് യേശു തനിയെ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പോയി. രാത്രിയിൽ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ അടുക്കൽ കടലിൽ വെള്ളത്തിൽ കൂടെ നടന്ന് യേശു അവരുടെ അടുക്കൽ ചെന്നു. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചതിന് ശേഷം പ്രാർത്ഥിപ്പാനായി തനിയെ മലയിൽ കയറിപ്പോയി. മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് ക്രൂശീകരണത്തിന് മുമ്പ് ഗെത്സമനയിൽ 3 ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒരു കല്ലേറു ദൂരം മാറി നിന്ന് തനിയെ പ്രാർത്ഥിക്കാനായിട്ടും മാറിപ്പോയ ഒരു ഭാഗം നമുക്ക് അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധ ആത്മാവ് നമ്മോട് പറയുന്നേ, യേശു പ്രാർത്ഥിക്കാനായിട്ട് ഏറെ സമയം എടുത്തത് കൂട്ടത്തിലുള്ള പ്രാർത്ഥനയല്ല, പള്ളിയിലുള്ള പ്രാർത്ഥനയല്ല. യേശു പ്രാർത്ഥിക്കാൻ ഏറിയ സമയം എടുത്തത് തനിയെയുള്ള പ്രാർത്ഥനയാണ്. തനിച്ചുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ നടക്കുന്ന പ്രാർത്ഥനയാണ്. തനിച്ചുള്ള പ്രാർത്ഥന വിടുതൽ നടക്കുന്ന പ്രാർത്ഥനയാണ്. തനിച്ചുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താൻ കഴിയും. തനിച്ചുള്ള പ്രാർത്ഥന പ്രതിസന്ധികളെ ചവിട്ടുവാനും അതിനെ ജയിക്കുവാനും കഴിയും. ഇവിടെ കർത്താവ് തനിയെ പ്രാർത്ഥിച്ചാണ് 3.5 വർഷം മുമ്പോട്ട് പോയത്. ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധ ആത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, തന്നെ കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? തനിച്ച് കരയുന്നവർ. ചില ആളുകൾ പറയാറുണ്ട്, പാസ്റ്ററെ എന്നെ അറിയാൻ ആരുമില്ല, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. കാരണം ഭർത്താവ് പ്രാർത്ഥിക്കാനിരിക്കത്തില്ല, മക്കൾ പ്രാർത്ഥിക്കാനിരിക്കത്തില്ല, ഭാര്യ പ്രാർത്ഥിക്കാനിരിക്കത്തില്ല. തനിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, വിധവമാരുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, കഷ്ടമനുഭവിക്കുന്ന അനാഥരുണ്ട്. അതുമാത്രമല്ല, വീട്ടിൽ കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ ആളില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാവി പറയുക, നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. യേശു കർത്താവ് തനിയെ പ്രാർത്ഥിച്ച് ദൈവശക്തി ഏറ്റെടുത്തതുപോലെ കർത്താവ് നിങ്ങൾക്ക് തരുന്ന അവസരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാതെ കിടക്കരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കും, ദൈവിക പദ്ധതികൾ നടത്തും. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. ബാലിന്റെ പ്രവാചകന്മാർ മാറി നിന്ന് 350-ലധികം പ്രവാചകന്മാർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ വിടുതൽ നടക്കാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് കർമ്മേലിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. നമുക്കറിയാം, ഏലിയാവ് പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറഞ്ഞു. എന്നാൽ നിന്റെ ദൈവത്തിന്റെ വരവ് നോക്കട്ടെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന
അന്യദൈവങ്ങളുടെ പ്രവാചകന്മാർ നോക്കി നിൽക്കുമ്പോൾ അവരവരുടെ ദൈവത്തെ വിളിച്ച് ബാലേ വരിക എന്ന് പറഞ്ഞ്, ബാലേ വെളിപ്പെടുക എന്ന് പറഞ്ഞ് സ്വയം ദണ്ണിപ്പിച്ച് മുറിപ്പെടുത്തിയും ചോര വരുത്തിയും ഒക്കെ അവരുടെ പ്രാർത്ഥന നടത്തിയിട്ട് അവരുടെ ദൈവം വെളിപ്പെടാതിരിക്കുമ്പോൾ ഭക്തനായ ഏലിയാവ് ഒരു സൈഡിൽ മാറി നിന്നിട്ട് ഒരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിന് ചുറ്റും തോടുണ്ടാക്കി യാഗപീഠത്തിൽ വിറകടുക്കി യാഗവസ്തുവിനെ വെച്ചിട്ട് യാഗവസ്തു ഉൾപ്പെടെ വെള്ളം കോരി യാഗപീഠത്തിൽ ഒഴിച്ച് അതിലൊഴുകിയ വെള്ളം തോട്ടിൽ കൂടെ പൊങ്ങി ആ കുഴി ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോ ആ വെള്ളത്തിന്റെ അരികിൽ, ആ നനഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിന്റെ അരികിൽ, ആ നനഞ്ഞു ഇരിക്കുന്ന യാഗവസ്തുവിന്റെ അരികിൽ ഏലിയാവ് ഒറ്റയ്ക്ക് മുട്ടുമടക്കി ഒറ്റ പ്രാർത്ഥനയാ. ഈ ജനം നീ ജീവനുള്ള ദൈവമെന്ന് അറിയേണ്ടതിന് ഈ യാഗപീഠത്തിൽ തീയിറങ്ങണമെന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കുടുംബമില്ല, കൂട്ടുകാരില്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. പകരം നോക്കി നിൽക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ, ഇവിടെ തീയിറങ്ങിയില്ലെങ്കിൽ ഏലിയാവിനെ അവർ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ സ്വർഗത്തിലെ ദൈവം കൈവിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം തീയിറക്കി. ഒറ്റയ്ക്ക് കരഞ്ഞ ഏലിയാവിന് വേണ്ടി തീയിറക്കിയ ദൈവം. ഒറ്റയ്ക്ക് കരഞ്ഞ മോശ, ഇസ്രായേൽ മക്കളെല്ലാം അപ്പത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി പിറുപിറുത്തപ്പോൾ മോശ ഒറ്റയ്ക്ക് മരുഭൂമി മുട്ടുകുത്തി. അപ്പം തരണമേ എന്ന് പ്രാർത്ഥിച്ചു, ഇറച്ചി തരണമേ എന്ന് പ്രാർത്ഥിച്ചു, ചെങ്കടലിനെ വിഭജിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു, മാറായെ മധുരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, പിതാവേ എന്ന് പറഞ്ഞ് മോശ പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച മോശയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക് ഫെലിസ്ത്യ ശക്തികൾ തന്റെ നന്മയ്ക്കും തന്റെ കിണറിനും എതിരെ നിന്നപ്പോൾ അവർ കല്ലും മണ്ണും ഇട്ട് മൂടി നശിപ്പിക്കാൻ വരുമ്പോൾ ഇസഹാക്ക് ഒറ്റയ്ക്ക് നിന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട്, ഒറ്റയ്ക്ക് കരയുന്ന നിങ്ങളോട്, നിങ്ങളുടെ വിഷയത്തിൽ തനിച്ചു പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം തടസ്സങ്ങളെ മാറ്റും, പ്രതിസന്ധികളെ മാറ്റും, വഴികളെ തുറക്കും. അമ്മേ, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, ആരും വേണ്ട കൂടെ. അച്ഛാ, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, ആരും വേണ്ട കൂടെ. നീയും കർത്താവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതം സംഭവിക്കും. ഇവിടെ പിതാവാം ദൈവവും യേശുവും രാത്രിയുടെ കാലങ്ങളിൽ യേശു ഒരു കണക്ഷൻ ഉണ്ടാക്കി പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. ആ പ്രാർത്ഥന കഴിഞ്ഞ് പ്രഭാതത്തിൽ ഇറങ്ങി പാലസ്തീന്റെ മണ്ണുകളിൽ മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ, ചെകിടന്മാർക്ക് കേൾവി കൊടുത്തെങ്കിൽ, കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച കൊടുത്തെങ്കിൽ, ഊമരെ സംസാരിപ്പിച്ചെങ്കിൽ, കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയെങ്കിൽ, രക്തസ്രാവക്കാരി സഹോദരിയുടെ ശരീരത്തിലേക്ക് ജീവന്റെ ശക്തി പകർന്നെങ്കിൽ, ലാസറേ എന്ന് വിളിച്ച് ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് യേശുവിന്റെ പ്രാർത്ഥനയാണെങ്കിൽ, ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാ, ചില പരാജയങ്ങൾ മാറാൻ, ചില വേദനകൾ മാറാൻ, ചില വഴികൾ തുറക്കപ്പെടാൻ ഒറ്റയ്ക്ക് കര. ആ പട്ടണത്തിൽ ഒറ്റയ്ക്ക് കര, ആ ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്ക് കര, ആ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കര. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. എനിക്കറിയാം ഒരു സഹോദരനെ, ഹല്ലേലൂയ, ഒരു എയർ ട്രാവൽസ് നടത്തുന്ന ഒരു സഹോദരനാ. അദ്ദേഹം ഒരു ഓഫീസ് ജോലിക്ക് വേണ്ടി ചെല്ലുകയാണ്. ആ ജോലി ചെയ്യാനായിട്ട് ഓഫീസ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചു. ആ ഓഫീസിൽ ചെന്ന് താൻ മാസങ്ങളിരുന്നു, ഒരു വർക്കും വരത്തില്ല, ഒരു ക്ലയൻറ്റും കിട്ടത്തില്ല, ഒരു ടിക്കറ്റ് പോലും പോകുന്നില്ല. തകർന്നു കിടക്കുന്ന ഓഫീസിനകത്ത് എന്നാൽ നിർത്തിയിട്ട് പോകണമെന്നുള്ള ചിന്ത തന്നെ ഭരിക്കുകയാണ്. പക്ഷെ എന്നോട് പറഞ്ഞെന്നറിയാമോ, താൻ ടൗണിൽ പോയി ഒരു പാ വാങ്ങിച്ചിട്ട് ആ ട്രാവൽസ് ഏജൻസിയുടെ അകത്ത് ആ പാ ഇട്ടിട്ട് പല രാത്രികൾ, പല പകലുകൾ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങനെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, സഹോദരങ്ങൾ കൂടെയില്ല, ഭാര്യ കൂടെയില്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ആ ഓഫീസിനെ ദൈവം മാനിച്ചു, സ്റ്റാഫിനെ ദൈവം കൊടുത്തു. ഒന്നിലധികം സ്റ്റാഫുകൾ വരാൻ തുടങ്ങി, അനേക വർക്കുകൾ വരാൻ തുടങ്ങി, രാജ്യം മൊത്തം അവൻ്റെ ബിസിനസ് അറിയാൻ തുടങ്ങി, അനേക ബന്ധങ്ങൾ കർത്താവ് കൊടുത്തു. ഇന്ന് ദൈവം തന്നെ മാനിച്ചു. എങ്ങനെ?
പൊട്ടിപ്പൊളിഞ്ഞുപോയ വർക്കില്ലാത്ത, ബിസിനസ് ഇല്ലാത്ത ഓഫീസിലേക്ക് തന്നെ അയച്ചത് ദൈവമായിരുന്നത് കൊണ്ട്, ഒറ്റയ്ക്ക് കരഞ്ഞ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാ, പൊളിഞ്ഞു കിടക്കുന്ന നിന്റെ വീടിനകത്ത്, തകർന്നു കിടക്കുന്ന നിന്റെ സ്ഥാപനത്തിനകത്ത്, ഹല്ലേലൂയ, ഗതി പിടിക്കാതെ കിടക്കുന്ന നിന്റെ ബിസിനസ്സിനകത്ത് ഒറ്റയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആമേൻ. ആ സഹോദരനെ ദൈവം മാനിച്ച് ആ സ്ഥാപനത്തെ ദൈവം ഉയർത്തിയെങ്കിൽ, ലോകം മുഴുവൻ അറിയത്തക്ക നിലയിൽ ആ സ്ഥാപനം മാറിയെങ്കിൽ, നിന്റെ ഒറ്റ കണ്ണുനീര് മതി നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ. യേശു തനിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കയറിപ്പോയതുപോലെ ആ പദങ്ങൾ ശ്രദ്ധിക്കുക, തനിയെ മലയിൽ കയറിപ്പോയി. ആരുമില്ല കൂടെ, ആരുമില്ല. തനിയെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം കൂടെ നിന്നു. എന്നാൽ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചു, തനിയെ പ്രാർത്ഥിച്ച്. പത്രോസോ അന്ത്രയോസോ യോഹന്നാനോ ആരും കൂടെ ഇല്ല. പക്ഷെ തനിയെ പ്രാർത്ഥിക്കുന്ന യേശു ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് തനിയെ യേശു പ്രാർത്ഥിച്ചു. രക്തതുള്ളികൾ വീർപ്പ് തുള്ളിയായി പുറത്തു വന്നു. ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നീക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, പിതാവാം ദൈവം പോലും തന്നെ കൈവിട്ടു. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇന്ന് രാവിലെ എല്ലാവരും നിന്നെ കൈവിട്ടാലും, പ്രാർത്ഥനക്കാരൊന്നും നിന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും, നിന്റെ ആവശ്യങ്ങൾ നിന്റെ കൂടെ ആരുമില്ലെങ്കിലും, ഇന്ന് രാവിലെ ആത്മാവി പറയാ, കർത്താവ് നിന്റെ കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ഈ ദൂതിനായി സ്തോത്രം. ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണ്, ഒറ്റയ്ക്ക് ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കാനോ വളർത്താനോ കൈക്ക് പിടിക്കാനോ ഞങ്ങൾക്ക് ആരുമില്ല. പക്ഷേ ഞങ്ങളെ വളർത്തുന്ന കർത്താവുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. ഏലിയാവിനെ ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ മാനിച്ചതുപോലെ, യേശുവിനെ കർത്താവാം ദൈവത്തെ പിതാവാം ദൈവം കൈക്ക് പിടിച്ചതുപോലെ, ദൈവമേ, ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച ഏലിയാവിനെയും മോശയെയും ആമേൻ കർത്താവ് മാനിച്ചതുപോലെ, ഇന്ന് രാവിലെ ഇവരെയും ദൈവം മാനിക്കണേ. ഈ പ്രേക്ഷകരെ ദൈവം മാനിക്കണേ. ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ. ഇവരുടെ കുഞ്ഞുങ്ങളെ ആദരിക്കണേ. ഇവരുടെ നന്മ വർദ്ധിക്കണമേ. ഇവരുടെ കടം മാറ്റണമേ. സ്വന്തമായ വീട് കൊടുക്കണമേ. കർത്താവെ, സ്വന്തമായ നന്മകൾ കൊടുക്കണമേ. പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബന്ധനം അഴിയട്ട്, കെട്ടഴിയട്ട്, പോരഴിയട്ട്. അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിടുതന്റെ കരം ദൈവം അയക്കണം. ബോരികളെ ശാസിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ ദൂത് അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും, വിശാലത നൽകും. ദൈവം നിങ്ങളെ മാനിക്കും. ആമേൻ.